പല ലെവൽസ് ഉണ്ട്. ഗ്രേഡ് 9 എല്ലാവർക്കും കിട്ടില്ല. ഒത്തിരി ആളുകൾക്ക് ലോ ലെവലൊക്കെ കിട്ടിയെന്നിരിക്കും, ഗ്രേഡ് ഒത്തിരി താഴെ കിട്ടിയെന്നിരിക്കും. എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ എക്സൽ ചെയ്യുക എഡ്യൂക്കേഷനിൽ. അപ്പൊ അങ്ങനെയുള്ള പിള്ളേർക്കും പാരന്റ്സിന് നമുക്ക് വേറെ ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഏറെയൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ വേറെ എന്തെങ്കിലും ടെക്നിക്കൽ ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ടോ? ഇപ്പൊ യുകെയിൽ ഇപ്പൊ എന്തിനും നല്ല സാലറി ഉണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും. അപ്പൊ താങ്ക് യു സത്യനേട്ടാ. കാരണം ഈ ക്വസ്റ്റ്യൻ തന്നെ സത്യനാണ് വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് വിളിച്ചു. കാരണം ഒത്തിരി പേര് റീസെന്റ് കണ്ടിലോട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം പലർക്കും അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചാൽ പലരും ലേറ്റ് ആയിട്ട് GCSE എഴുതി. ഇപ്പൊ GCSE എഴുതിയപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ ഗ്രേഡ് സിസ്റ്റത്തെ കുറിച്ച് പലർക്കും അറിയാൻ പാടില്ല. ദെൻ പലരും ഇപ്പൊ ബ്രസീലിൽ പോലും നമുക്ക് കോഴ്സ് വന്നു. അപ്പൊ അവർക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷെ കൊച്ചുങ്ങളൊക്കെ ഇവിടുത്തെ ഇപ്പൊ ഏകദേശം ഒരു 14-15 വയസ്സിലൊക്കെ ആയി. അപ്പൊ ഇവിടെ വരുമ്പോൾ നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ്, കാരണം GCSE അപ്പോൾ ഇയർ 7 തുടങ്ങിയിട്ടില്ല അവർ. അപ്പോൾ എങ്ങനെയായിരിക്കും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു വീഡിയോസ് വരും, അപ്പോൾ നമുക്കതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം ഓരോരുത്തർക്കും ഇൻഡിവിജ്വലായിട്ട് പറഞ്ഞാൽ എത്രയോ ഇതാണ് സത്യചാൻ ഇത്ര ഓഡിയൻസ് ഉള്ളതാണ്. അപ്പോൾ സത്യചാൻ്റെ എല്ലാ ഓഡിയൻസിന് വേണ്ടിയിട്ട് പറയുന്നത് ഇത് മാക്സിമം ആളുകളോട് ഷെയർ ചെയ്താൽ എല്ലാവർക്കും കിട്ടുന്നൊരു നോളജാണ്. അപ്പോൾ നമുക്ക് ബിടെക് എന്ന് പറഞ്ഞ കോഴ്സിനെ കുറിച്ച് പറയാം. ബിടെക് എന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ ഒരു തെറ്റിദ്ധാരയുണ്ട്. നാട്ടിലെ ബിടെക് അല്ല. നാട്ടിലെ ബിടെക് എന്ന് പറഞ്ഞാൽ ബാച്ചലർ ഓഫ് ടെക്നോളജിയാണ്. ഇവിടുത്തെ ബിടെക് എന്ന് പറഞ്ഞാൽ ബിസിനസ് ആൻഡ് ടെക്നോളജി എഡ്യൂക്കേഷൻ കൗൺസിൽ. അതായത് നമുക്ക് ഒത്തിരി എൻക്വയറീസ് വരുന്നുണ്ട് ഇതിനെക്കുറിച്ച്. അതുപോലെ തന്നെ ബിടെക് എന്താണെന്ന് പറയാം. പലർക്കും കൺഫ്യൂഷൻ വരുന്നത് ബിടെക് കഴിഞ്ഞിട്ട് എ ലെവലിൽ പോകണോ, ബിടെക് എ ലെവലും ഒറ്റ കോഴ്സാണോ, അല്ലെങ്കിൽ GCSE ബിടെക്കും എങ്ങനെയാണ്, അതിൻ്റെ ബിടെക്കിലുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എങ്ങനെയാണ്, ബിടെക് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ വീഡിയോസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ആദ്യമേ തന്നെ ബിടെക് എന്താണെന്ന് പറഞ്ഞു. ബിസിനസ് ആൻഡ് ടെക്നോളജി എഡ്യൂക്കേഷൻ കൗൺസിൽ അവാർഡാണ്. അപ്പോൾ ബേസിക്കലി അതിന് ലെവൽ 1, 2 and 3 ഉണ്ട്. അത് ലെവൽ 3 കഴിയുമ്പോഴാണ് വിച്ച് ഈസ് ഈക്വൽ ടു എ ലെവൽ. അപ്പോൾ എ ലെവലിൽ പോവാതെ അതിന് പകരമായിട്ടുള്ള ഒരു കോഴ്സായിട്ടാണ് ബിടെക്കിനെ പലരും കാണുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റീസ് മിക്കവാറും യൂണിവേഴ്സിറ്റീസ് ബിടെക് അംഗീകരിക്കുന്നുണ്ട്. അവർക്ക് ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ബിസിനസ് ആണ് പോകേണ്ടത്, അല്ലെങ്കിൽ IT ആണ്, എഞ്ചിനീയറിംഗ് ആണ്, അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ ആണ്. ഡെഫിനറ്റ്ലി അങ്ങനെയുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇപ്പോൾ നേഴ്സിംഗ് എല്ലാവർക്കും നമുക്ക് ബിടെക് കഴിഞ്ഞാൽ പോകാൻ കഴിയും. ഒരു ഗ്രേഡ് 4 കിട്ടിയാലും 5 കിട്ടിയാലൊക്കെ പോകുന്ന പല സ്കൂൾസും സജസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് പോലും ബിടെക് ആണ്. കാരണം എ ലെവൽ കിട്ടാണ്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ചും കൂടി അവരുടെ സ്കില്ല് ഇതാണെന്ന് കാണുമ്പോൾ പലപ്പോഴും അവർ സ്കൂൾസ് തന്നെ പറയും ബിടെക്കിന് പോകുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് ഇപ്പോൾ പറയാറുണ്ട്. അപ്പോൾ ബിടെക് ഞാൻ നേരത്തെ പറഞ്ഞ 3 ലെവൽസുള്ള ലെവൽ 1. ലെവൽ 1 എന്ന് പറയുന്നത് വളരെ വിച്ച് ഈസ് ഈക്വൽ ടു GCSE ഒരു ഗ്രേഡ് 1 to 3 നമ്മൾ പറയുന്നത്. അത് GCSE ഫെയിൽ ആണ്. ബേസിക് ലെവൽ. അത് കഴിഞ്ഞിട്ട് ലെവൽ 2 ഉണ്ട്. ലെവൽ 2 എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേഡ് 4 to 5 വിച്ച് ഈസ് ഈക്വൽ ടു GCSE. പക്ഷെ നമുക്ക് വേണ്ടത് ലെവൽ 3 ആണ്. ലെവൽ 3 യൂണിവേഴ്സിറ്റീസ് അംഗീകരിക്കുന്ന ഒരു ക്വാളിഫിക്കേഷനാണ് യൂണിവേഴ്സിറ്റി പോകാനായിട്ട്. ഇനി അത് ലെവൽ 3 കിട്ടണം. അപ്പം എ ലെവലും ബിടെക്കുമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ബിടെക്കിനകത്ത് കൂടുതലും കോഴ്സ് വർക്കുകളും അസൈൻമെന്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. 3 ലെവൽസ് ഉണ്ട്. ലെവൽ 1, ലെവൽ 2. ലെവൽ 2 എന്ന് പറഞ്ഞാൽ ഇക്വൽ ടു GCSE. അപ്പം GCSE കഴിഞ്ഞിട്ടാണ് ലെവൽ 3. അത് എ ലെവൽ ഇക്വൽ. അപ്പം മിക്കവാറും യൂണിവേഴ്സിറ്റീസ് ഒക്കെ ലെവൽ 3 അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ലെവൽ 3 എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഇവർക്കുടെ കോഴ്സ് വർക്കുകൾ അസൈൻമെന്റ്സിനെ അപേക്ഷിച്ചിട്ടാണ് അവർക്ക് മാർക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഡിസ്റ്റിങ്ഷനൊക്കെ മിക്കവാറും കുട്ടികൾക്ക് കിട്ടാറുണ്ട്. യൂണിവേഴ്സിറ്റി അവർ ഉദ്ദേശിക്കുന്ന കോഴ്സുകൾക്ക് എഞ്ചിനീയറിംഗ് അറിയാമല്ലോ. എഞ്ചിനീയറിംഗ് നല്ല കോമ്പറ്റീവ് കോഴ്സ് തന്നെയാണ്. അപ്പോൾ എ ലെവൽ പിള്ളേർ വരുന്നുണ്ട്. അതിനോട് ഇക്വലൻ്റ് ആയിട്ടുള്ള കുറച്ചും കൂടി ഒരു ഇൻഡസ്ട്രിയൽ പ്ലേസ്മെന്റ്സ് ഒക്കെ ഇവർക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇവർക്കുടെ പ്രധാന ഒരു എന്ന് പറഞ്ഞാൽ എ ലെവലിൽ കുട്ടികൾ കുറച്ചുകൂടി തിയററ്റിക്കൽ ബേസ്ഡ് ആണ്. അതായത് അക്കാഡമിക്കലി ഫോക്കസ്ഡ് ആണ്. ഇവർ കുറച്ചുകൂടി വൊക്കേഷണൽ ഫോക്കസ്ഡ് ആണ്. കുറച്ചുകൂടി പ്രൊഫഷണൽ ഡെവലപ്മെന്റിലോട്ട് പോകുന്ന രീതിയാണ്. അപ്പോൾ ഇതുകൊണ്ട് ഒരിക്കലും പാരൻസ് പലപ്പോഴും വറീഡ് ആവാറുണ്ടോ ഈ ബിടെക് എടുത്തുകൊണ്ട് ലോകം കഴിഞ്ഞ് അവസാനിച്ചില്ല. അവർക്ക് എഞ്ചിനീയറിംഗ് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ച ഒരു പാരന്റ് പറയുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്ങിന് പോലും അവർ ആക്ച്വലി ബിടെക് ചെയ്യുന്നു. എന്നിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കൊക്കെ നിന്നിട്ട് അപ്രന്റീസ്ഷിപ്പ് ലെവലിലോട്ട് പോയിട്ട് അങ്ങനെ അവർ പ്രിഫർ ചെയ്യുന്നു. അപ്പോൾ എല്ലാം പോസിബിൾ ആണ്. ബിടെക് എടുത്തുകൊണ്ട് ഇറ്റ്സ് നോട്ട് എൻഡ് ഓഫ് ദ വേൾഡ്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു കാര്യം എന്ന് വെച്ചാൽ HNC ബിടെക് കഴിഞ്ഞിട്ട് ലെവൽ 3 ക്വാളിഫിക്കേഷൻ കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ മെഡിസിൻ്റെ കാര്യം പറയാം കേട്ടോ. അപ്പോൾ മെഡിസിന് പോലും പോകാൻ പറ്റും. പക്ഷെ കുറച്ചും കൂടി ഒരു റിക്വയർമെൻറ്റ് വേണം നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന്. അപ്പോൾ HNC എന്ന് പറയും. HNC എന്ന് നമ്മളോട് പലപ്പോഴും ചോദിക്കാറുണ്ട് HNC എങ്ങനെയാണെന്ന്. HNC ആണ് ബിടെക് +1 more year.
അതാണ് HNC എന്ന് പറഞ്ഞാൽ ഹയർ നാഷണൽ സർട്ടിഫിക്കേഷൻ. അപ്പോൾ ബേസിക്കലി വിച്ച് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഇയർ ഓഫ് അണ്ടർ ഗ്രാജ്. ദെൻ ഏറെ ക്വാളിഫിക്കേഷൻ കൂടി നമ്മൾ അറിഞ്ഞിരിക്കുന്നത് HND എന്ന് പറയും. 2 ഇയർ കോഴ്സാണ്. ബിടെക് കഴിഞ്ഞ് 2 വർഷം കൂടി എടുത്താൽ HND ക്വാളിഫിക്കേഷൻ കിട്ടും. പലപ്പോഴും നമ്മൾ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ ചെയ്യണം HNC/HND എന്ന് പറഞ്ഞാൽ പലപ്പോഴും മനസ്സിലാക്കുക. ഇത് ഈ വീഡിയോ കാണുന്ന പല പ്രേക്ഷകർക്ക് കാണുമ്പോഴെങ്കിലും മനസ്സിലാവും ഇപ്പോൾ HNC HND എന്താണെന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഡിപ്ലോമ കോഴ്സാണ്. അപ്പോൾ അത് സെക്കൻഡ് ഇയറിന് ഒരു ഈക്വലൻ്റ് ആണ്. 1 more ഇയർ കഴിഞ്ഞാൽ അവർക്ക് ബേസിക്കലി ഒരു ഡിഗ്രി കിട്ടി. അപ്പോൾ 1 more ഇയർ യൂണിവേഴ്സിറ്റി അത് അംഗീകരിക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അത് കഴിഞ്ഞാൽ കിട്ടി. അപ്പോൾ ഇതിനകത്ത് ഡിമെറിറ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാത്തിനും ഡിമെറിറ്റ്സും മെറിറ്റ്സും ഉണ്ടല്ലോ. അപ്പോൾ നേരത്തെ പറഞ്ഞ കോഴ്സുകളായ മെഡിസിൻ, ഡെന്റിസ്ട്രി, ഫാർമസി, അപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകൾക്ക് പോകണമെങ്കിൽ ഇവർ ഈ ഇതിലുള്ള ഡിസ്റ്റിങ്ഷൻ അപ്ലൈഡ് സയൻസ് ചെയ്യാൻ നോക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള പാരൻസിനോട് ഞാൻ ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്യുന്ന കുട്ടികളെ കൊണ്ട് അപ്ലൈഡ് സയൻസിൽ ചെയ്യിപ്പിക്കണം. ബിടെക്കിൽ പല ഇതുണ്ട്. ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ ഉണ്ട്, അപ്ലൈഡ് സയൻസ് ഉണ്ട്, IT ഉണ്ട്, എഞ്ചിനീയറിംഗ് ഉണ്ട്, മീഡിയ ഉണ്ട്, പല ഒത്തിരി കോഴ്സുകളുണ്ട്. അപ്പോൾ അപ്ലൈഡ് സയൻസും ദെൻ കെമിസ്ട്രി, ബയോളജി ഒരു A level ഒരു 2 റൗണ്ട് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് വിച്ച് ഈസ് ഈക്വൽ ടു A level പ്രീ റിക്വസിറ്റ് ആയി മെഡിസിന് പോകാനായിട്ടില്ല. അപ്പോൾ A level മെഡിസിനും ഫാർമസിക്കും അതനുസരിച്ച് പോകാൻ പറ്റും. ഫാർമസിക്ക് ഇത്ര സ്ട്രിക്റ്റ് അല്ല ഈ 2 കോഴ്സുകൾക്കാണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഒരിക്കലും എല്ലാവരെയും ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് ആക്കണം വേണ്ടി പറയുന്നതല്ല. പക്ഷെ പലപ്പോഴും ഒബ്വിയസ്ലി പാരൻസിന് കൺസേൺ ഉണ്ടാവുമല്ലോ. കാരണം പലവർക്കും അറിയാം മക്കളെ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ ആക്കണമെന്ന്. അപ്പോൾ അതിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ ഇവിടെ ഈ ഒരു ഇത്. അപ്പോൾ ഇതിനകത്ത് പല സെഗ്മെൻറ്റ്സും ഉണ്ട്. അപ്പോൾ അപ്ലൈഡ് സയൻസും ഉണ്ട്. അപ്പോൾ അപ്ലൈഡ് സയൻസിലാണ് കുറച്ചുകൂടി വരുന്നത്. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ പ്ലേസ്മെൻറ്റ്സിനൊക്കെ ഇത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. കാരണം ഇവർക്ക് കുറച്ചും കൂടി വൊക്കേഷണൽ ബേസ് അവർക്ക് അറിയാം ഇൻഡസ്ട്രിയിൽ എന്താ നടക്കുന്നത് അല്ലേ. IT ഇൻഡസ്ട്രിയിൽ പോയാൽ കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ട് IT ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് നടക്കുന്നത്, എന്തൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആ IT ഡിപ്പാർട്ട്മെൻറ്റ്സ് തന്നെ ഏത് കരിയറാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടതെന്ന് അവർക്കും ഒരു ഐഡിയ കിട്ടും അല്ലേ. കുറച്ചും കൂടി വൊക്കേഷൻ നമ്മുടെ ITIയിലൊക്കെ പറയുമല്ലോ. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മെഡിസിൻ മറ്റു മേഖലകളിലോട്ടൊക്കെ ഇപ്പോൾ നിലവാരം കുറഞ്ഞ ലെവലിലാണെങ്കിൽ പോലും അവർക്ക് വരാനുള്ള സാധ്യത ഉറപ്പെടുക്കണം. ഈ കണ്ടിൽ ഒന്നിലും എന്തല്ല. കാരണം നമുക്ക് അതാണ് ഈ കണ്ടിയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. കാരണം ഇത് ബിടെക് എടുത്തുകൊണ്ട് അവർക്ക് പോകാതിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു ബിടെക് എടുക്കുക. അപ്പോൾ 2 ഇയർ കോഴ്സാണ് level 3 എന്ന് പറയുന്നത്. അത് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ദ സെയിം ഇയർ ആസ് A level. അതിനോടൊപ്പം തന്നെ സ്കൂൾസിനോട് അവർ ബിടെക് ചെയ്യുന്ന കോളേജിനോട് പറഞ്ഞാൽ അവർ A level കെമിസ്ട്രിയും ബയോളജിയും ചെയ്യും. ബിടെക് എടുത്ത കുട്ടികൾ പഠിക്കാൻ മോശമാവണമെന്നില്ല. കാരണം അവർ റീസെന്റ് മൈഗ്രേറ്റ് ആയതിന്റെ പേര് ഇവർക്ക് സിസ്റ്റം അറിഞ്ഞുകൂടാ. അതുകൊണ്ട് GCC ഗ്രേഡ് കുറഞ്ഞ കുട്ടികളായിരിക്കാം. കുട്ടികൾ അവരുടെ പഠനത്തിൽ വളരെ പിന്നോക്കമാണ് എന്ന് പലപ്പോഴും തെറ്റിദ്ധരിക്കാനുള്ള ഒരു കാരണം കൂടിയാണ്. പക്ഷെ ആദ്യമായിട്ട് UK വരുന്ന സമയത്ത് ഈ ഒരു സിസ്റ്റമായിട്ട് അവർക്ക് അഡാപ്റ്റ് ചെയ്യാനായിട്ട് കുറെ സമയം വേണ്ടി വരും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ ആദ്യം ഘട്ടത്തിൽ അവർക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പൊ ഇതേ പാത്വേയിൽ അവർക്ക് പിന്നീട് ഏത് മേഖലയിൽ എത്താൻ പറ്റുന്ന ആ ഒരു സാധ്യത തന്നെയായിരിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു കരിക്കുലം പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം അവരെ അതിന്റെ പേര് കാരണം ചില കുട്ടികൾക്ക് അതിന് ശേഷമായിരിക്കും ഒരു സീരിയസ്നെസ് വരുന്ന പഠിത്തം സീരിയസ് ആയിട്ട് എടുക്കുന്ന കുട്ടികൾ. അപ്പൊ നമുക്ക് ഏത് ടേണിംഗ് പോയിന്റ് ആണ് നമുക്ക് എടുക്കുന്നത് അതനുസരിച്ച് നമുക്ക് ഡൈവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ കണ്ടുകൊണ്ട് അത് ഒന്നിന്റെ ഒരു എൻഡ് അല്ല. കാരണം പലപ്പോഴും ഞാൻ പല വീഡിയോസിൽ മുമ്പ് പറയുന്ന പോലെ തന്നെ ഇവിടെ ഇത് ഒരിക്കലും അവർക്കിടെ ഒരു ഡിസിഷൻ പോയിന്റ് അല്ല. കാരണം ഇത് വെച്ചിട്ട് പിള്ളേരെ ഒരു ഓവർ പ്രഷറൈസ് ചെയ്യുന്ന ഒരു ആവശ്യമില്ല. കാരണം അവർക്ക് ഒരു നല്ല ഗൈഡ് ലൈൻസ് കൊടുക്കുക. ഒരു ഇന്ത്യൻ എഡ്യൂക്കേഷനായിട്ട് കമ്പയർ ചെയ്യാണ്ടിരിക്കുക. അയ്യോ നാട്ടിൽ +2 മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാതിരിക്കുക. ഇവിടെ വേറെ റൂട്ട്സും ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ സിസ്റ്റം ഒന്ന് പഠിച്ചെടുക്കാനായിട്ട് നോക്കുക. ഈ സിസ്റ്റം പഠിച്ചെടുക്കാൻ പറ്റുന്ന അതായിട്ട് ബന്ധപ്പെട്ട ആളുകളായിട്ട് ചോദിക്കുക. കാരണം അടുത്തുള്ള 6 form കോളേജുകൾ ഉണ്ടാവും, സ്കൂൾസ് ഉണ്ടാവും. അവർ മോർ ദാൻ വെൽക്കം ടു ആൻസർ എനി ക്വസ്റ്റ്യൻസ്. ആദ്യഘട്ടത്തിലൊക്കെ അവർക്ക് ഗ്രേഡ് 9 ഒന്നും കിട്ടിയില്ല, അതല്ലെങ്കിൽ ഗ്രേഡ് കുറവാണെങ്കിൽ പോലും പിന്നീട് അവർക്ക് ഇഷ്ടമുള്ള ആ ഒരു കോഴ്സ് ഏത് മേഖലയിൽ വരാൻ പറ്റുന്ന സാധ്യതകൾ അവരുടെ മനസ്സിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ IT ചൂസ് ചെയ്യുന്നത് അവരുടെ പ്രൊഫഷൻ IT വേണം, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് വേണം, അല്ലെങ്കിൽ ഇപ്പൊ നേഴ്സിംഗിന് പോകണം, ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ, ഫുഡ് എഴുതി. അപ്പോൾ ബേസിക്കലി അവർക്ക് കുറച്ചും കൂടി ഒരു വൊക്കേഷണൽ ബേസ്ഡ് കോഴ്സ് ചെയ്യുന്നതായിരിക്കും ബേസിൽ ഞാൻ പ്രിഫർ. കാരണം അവർക്ക് അറിയാം ഡിസൈഡ് വാട്ട് ടു ഡു. അപ്പോൾ അവർക്ക് ആ ഒരു സെറ്റിങ്സിൽ ചെയ്യാനെങ്കിൽ കുറച്ചും കൂടി പ്രാക്ടിക്കൽ ബേസ്ഡ് ഈ പറഞ്ഞ എക്സാമിന്റെ മറ്റുള്ള പ്രഷർ കമ്പാരിറ്റീവ് കാരണം അസൈൻമെന്റ്സുകളും മറ്റുള്ള കോഴ്സ് വർക്കുകളും പ്രാക്ടിക്കൽ അസസ്മെന്റ്സ് ആണ് അവർക്ക് ഉള്ളത്. അപ്പൊ കുറച്ച് കമ്പാരിറ്റീവ്ലി ഒരു ലെസ് പ്രഷറാണ്. ധാരാളം പേരൻസ് ഒക്കെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ പറയാറുണ്ട് കോമണായിട്ട്. എനിക്ക് റീസെന്റ് ആയിട്ട് ഒരു പാരന്റ് കോൺടാക്ട് ചെയ്തിരുന്നു. അവരുടെ മകൻ ഇവിടെ ജനിച്ചു വളർന്നത് തന്നെയാണ്. പക്ഷെ GCSE പറഞ്ഞ പോലെ തന്നെ അത്രയും മാർക്ക് കിട്ടാൻ പറ്റിയില്ലായിരുന്നു. അറിയാലോ ആദ്യത്തെ കുട്ടികളാവുമ്പോൾ എല്ലാവരും ഒരു ട്രയലർ എന്ന കുട്ടികളായിരിക്കുമല്ലോ. അവർക്കും അത്ര ഇമ്പോർട്ടൻസ് അറിയില്ലായിരുന്നു എന്താണ് GCSE. അപ്പൊ കുട്ടിക്ക് അത്ര മാർക്ക് കിട്ടിയില്ല.
പിന്നെ അവന് പക്ഷേ എഞ്ചിനീയറിംഗിന് പോകണം എന്നായിരുന്നു താല്പര്യം. അപ്പോൾ അവർ ബിടെക് എടുത്തു, മാത്സ് എടുത്തു. അപ്പൊ അതിനെന്തെങ്കിലും നമുക്ക് അവർക്കൊരു അഡ്വൈസ് കൊടുക്കാൻ പറ്റും, എന്താണ് ചെയ്യാൻ പറ്റണേ എന്നുള്ള രീതിയിൽ? ഉറപ്പായിട്ടും. കാരണം ഞാൻ നേരത്തെ മെഡിസിന്റെ കാര്യം പറഞ്ഞാൽ തന്നെ അവ ബിടെക് എടുക്കുന്നു, അവ അപ്ലൈഡ് സയൻസ് ആണ് വിചാരിക്കുന്നു. അപ്പൊ അപ്ലൈഡ് സയൻസ് പ്ലസ് നമ്മൾ മാത്സിനുള്ള എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കും. അപ്പോൾ ബേസിക്കലി വിച്ച് ഈസ് ഈക്വൽ ടു എ ലെവൽ ആയിരുന്നു. അപ്പോൾ എ ലെവലിലെ കുട്ടികളായിട്ട് കോമ്പീറ്റ് ചെയ്ത് യൂണിവേഴ്സിറ്റിയിലോട്ട്, കാരണം അപ്പോൾ കുറച്ചും കൂടി യൂണിവേഴ്സിറ്റീസ് പ്രിഫർ ചെയ്യുന്നവരെയായിരിക്കും. കാരണം അവർക്ക് ആ എ ലെവൽ മാത്സ് ഉണ്ട്, പ്ലസ് അവർക്ക് വൊക്കേഷണൽ ബേസ്ഡ് ട്രെയിനിങ് ഉണ്ട്, കുറച്ചും കൂടി പ്രാക്ടിക്കൽ സ്കിൽസ് അവർക്കുണ്ട്. അപ്പോൾ ചിലപ്പോൾ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ഒരു പക്ഷേ എടുക്കത്തില്ലായിരിക്കും, പക്ഷേ എങ്കിൽ തന്നെ ഓൾമോസ്റ്റ് 60-70% യൂണിവേഴ്സിറ്റീസും അവരെ അബ്സോർബ് ചെയ്യുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഡിസ്റ്റിങ്ഷൻ മേടിക്കാൻ നോക്കണം. അപ്പോൾ ഡിസ്റ്റിങ്ഷൻ കിട്ടൽ കമ്പാരിറ്റീവ്ലി ഈസിയാണ്. അപ്പോൾ എ ലെവലിലൊക്കെ എനിത്തിങ് എബവ് ബി കുറച്ച് ഡിഫിക്കൽട്ട് ആണ് പോകുന്നത്. അപ്പോൾ പ്രാക്ടിക്കൽ വർക്കിന്റെ അസസ്മെന്റ് ആണ്. അപ്പോൾ അതിനകത്ത് കുറച്ചും കൂടി ഒന്ന് ഫോക്കസ്ഡ് ആയാൽ, കാരണം ഇവർ കുറച്ചും കൂടി ഇത് ചെയ്യുന്ന ഏജ് എന്ന് 17-18 വയസ്സ്, അപ്പോൾ കുറച്ചും കൂടി ലൈഫിൽ സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങി. അപ്പോൾ ആ പ്രാക്ടിക്കൽ അസസ്മെന്റ് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കാം, പിന്നെ അസൈൻമെന്റ് വർക്കുകൾ കുറച്ചും കൂടി ഗൗരവത്തോടു കൂടി എടുക്കുക. അപ്പോൾ അവർക്ക് ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് ബേസിക്കലി കിട്ടും. യൂണിവേഴ്സിറ്റീസ് പ്രിഫർ ചെയ്യുന്ന ക്വാളിഫിക്കേഷൻസും വിത്ത് ഡിസിഷൻ. അപ്പോൾ നമ്മുടെ എ ലെവലിനൊക്കെ എ സ്റ്റാർ എന്ന് പറയുമ്പോൾ ബിടെക്കിനുള്ളത് നമുക്ക് ഏത് ഗ്രേഡ് ഡിസ്റ്റിങ്ഷൻ ആണ് മിക്കവാറും ചെയ്യുന്നത്. കാരണം മിക്കവാറും ആ ഡിസ്റ്റിങ്ഷൻ ഗ്രേഡിലോട്ട് പോയാൽ യൂണിവേഴ്സിറ്റി ലെവലിലോട്ട് നമുക്ക് കിട്ടുന്നത് മിക്കവാറും യൂണിവേഴ്സിറ്റീസ് കൊടുക്കുന്നത്. കാരണം എ ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രീം അവിടെ ഉണ്ടല്ലോ, അപ്പോൾ അവരായിട്ട് കോമ്പീറ്റ് ചെയ്താൽ അല്ലെങ്കിൽ അവരോട് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷനാണ് അവർ നോക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ചും കൂടി ഒരു ലെവലിലോട്ട് പോകുന്നത്. മിക്കവാറും ഇത് കഴിഞ്ഞിട്ട് പിള്ളേർ അപ്പം തന്നെ അപ്രന്റീസ്ഷിപ്പ് റൂട്ടിലോട്ട് പോകുന്ന രീതിയാണുള്ളത്. പക്ഷേ ഇങ്ങനെ എഞ്ചിനീയറിങ്ങും അല്ലെങ്കിൽ IT ബിസിനസ് ആയിട്ട് സെലക്ട് ചെയ്യുന്ന കുട്ടികൾ കുറവാണ്. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യുന്ന കുട്ടികൾ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആവുന്നത് മാത്രം ഡിസിഷൻ മേടിച്ച് യൂണിവേഴ്സിറ്റി തലത്തിലോട്ട് വീണ്ടും ബാക്ക് ടു അക്കാഡമിക് പാത്വേയിലോട്ട് വരണം. UK-യിൽ വന്നതിന് ശേഷം അവർക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായി പിന്നീട് ഹയർ ലെവലിലോട്ട് പോകുന്ന സ്റ്റുഡൻസ് ഒക്കെ ധാരാളം ഇല്ലേ? ഒത്തിരി ഉണ്ട്. നമുക്ക് ഇപ്പോൾ റീസെന്റ് ഒരു അനുഭവം ഉണ്ടാകുന്ന പറയുകയാണെങ്കിൽ കുട്ടി വന്നിട്ട് 5ാം ക്ലാസ്സിലാണ് വന്നത്. അപ്പോൾ കുട്ടിക്ക് മാത്സിനോടൊന്നും അത്രയും ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നൊന്നുമില്ല. നമ്മുടെ അടുത്ത് ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് 6ന്റെ ബിഗിനിങ്ങിലാണ് കുട്ടി സ്റ്റാർട്ട് ചെയ്തത്. മാത്സ് ആ കുട്ടിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒന്ന് ട്രയൽ നടത്തി നോക്കാമെന്ന് പറഞ്ഞ് ക്ലാസ് ജോയിൻ ചെയ്തു. ആ കുട്ടിക്ക് സാറ്റ്സിന് വെരി ഹൈ സ്കോർ ആയിരുന്നു. കാരണം മറ്റുള്ള കുട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുട്ടിക്ക് വെൽ എബവ് ആയിരുന്നു. ഓൾമോസ്റ്റ് ആയിട്ട് 97% കുട്ടികൾ നല്ല മാർക്ക് കുട്ടി ഇപ്പോഴും നല്ല സ്റ്റുഡൻ്റ് ആണ് കേട്ടോ. അങ്ങനെ സയൻസിന് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കുട്ടികൾ പലപ്പോഴും ഇതുപോലെ സയൻസ് എനിക്ക് ഒരു ഹേറ്റ് ചെയ്യുന്ന സബ്ജക്റ്റാന്ന് പറഞ്ഞിട്ട് വരും. പക്ഷേ പല കുട്ടികളും ഇത് കഴിഞ്ഞിട്ട് കെമിക്കൽ എഞ്ചിനീയറിംഗ് നിൽക്കുന്ന കുട്ടികൾ സയൻറ്റിസ്റ്റ് ആയിട്ട് പോകുന്നത്, അതായത് സയൻസ് എടുത്തിട്ട് മെയിൻ സ്പെഷ്യലൈസേഷൻ എടുത്തിട്ട് സയൻറ്റിസ്റ്റ് ആകുന്ന കുട്ടികൾ പലർക്കും ഉണ്ട്. അപ്പോൾ നമുക്ക് സയൻസ് പാഷൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് മാക്സിമം ഒരു റിലേറ്റഡ് ഇൻസിഡൻസ് ഒക്കെ പറഞ്ഞു. കാരണം നമുക്കറിയാലോ, ഞാനിപ്പോഴും പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന നമ്മുടെ ടീച്ചേഴ്സും പറഞ്ഞു കൊടുക്കുന്ന കാര്യമുണ്ട്, നമ്മൾ സ്റ്റുഡൻ്റായിട്ട് നമ്മളെന്ന് പ്ലേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ബോർഡം തരുന്ന ടീച്ചർ നമുക്ക് ഇഷ്ടമുണ്ടല്ലോ. അപ്പോൾ ബേസിക്കലി ആ ഒരു കൺസെപ്റ്റ് തന്നെ നമ്മളെ ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് ഇരുന്നിട്ട് ആ സ്റ്റുഡൻറ്റിന് എങ്ങനെയായിരിക്കും അവരുടെ ലേണിങ്ങിനെ എൻഹാൻസ് ചെയ്യുന്നത്, അതനുസരിച്ച് കുറച്ചുകൂടി കഥകൾ പറയുക, ന്യൂമോണിക്സ് പറയുക, അവരെയും കൊണ്ട് റിലേറ്റ് ചെയ്ത് ചിന്തിപ്പിക്കുക. ഇപ്പൊ നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ കാർബൺ മോണോക്സൈഡ് ഒരു ഉദാഹരണം പറഞ്ഞാൽ, അപ്പൊ ചില കൊച്ചുങ്ങളെ ഇപ്പൊ ഇയർ 7 കൊച്ചു കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞാൽ CO മോണോ, ഇപ്പൊ മോണോ ആക്ട്, ഇപ്പൊ മോണോ നമ്മൾ സിംഗിൾ, അപ്പൊ ഒരു ഓക്സിജൻ മോണോ ഓക്സിജൻ. അപ്പോൾ ബേസിക്കലി ഞാൻ അവരോട് ചോദിക്കും ഡയോക്സൈഡ് എന്ന് പറയാം. അപ്പോൾ ഡൈ എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇപ്പോൾ ഡയോക്സൈഡ് അപ്പോൾ എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ. ഓക്കെ, ട്രയോക്സൈഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ബേസിക്കലി ഇവരെ ആ ഒരു ലെവലിലോട്ട് തന്നെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ CO3 ട്രയോക്സൈഡ് പറയുന്നത് കാർബണേറ്റ്. അപ്പോൾ ഈ CO, CO2, CO3. അപ്പോൾ CO3 വരുമ്പോൾ ട്രയോക്സൈഡ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ കാർബണേറ്റ്. അപ്പോൾ ബേസിക്കലി ആ കുട്ടികൾക്ക് ആ സ്ട്രക്ചർ ഒരു 3D ഡയമെൻഷനായിട്ട് അവർക്ക് ബേസിക്കലി അവർക്ക് വിഷ്വലൈസ് ചെയ്ത് കിട്ടും. അവർക്കത് മറക്കും, ജീവിതത്തിൽ മറക്കത്തില്ല കുട്ടികൾ ഈസിലി. അപ്പോൾ സയൻസ് ഇഷ്ടപ്പെടാത്ത കുട്ടികളെ ഓരോ കൺസെപ്റ്റും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുത്തിട്ട് അവർക്ക് എൻജോയ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വളരെയധികം നന്ദി ഡോക്ടർ ബിന്ദ സൈമൺ ലാൻഡി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോയിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ലാൻഡിയോ ഡോക്ടർ ബിന്ദയോ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള സംശയങ്ങൾക്കുള്ള മറുപടികൾ നൽകും. അപ്പോൾ മറ്റൊരു പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ വീണ്ടും പ്രത്യേകം നന്ദി. താങ്ക് യു സഞ്ജയ്.